നമസ്കാരം, ഞാൻ ഉഷ ഷാനവാസ്. ഇന്ന് നമുക്ക് കുടുംബ ഭദ്രത നിലനിർത്താനായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പുതുതായിട്ട് കല്യാണം കഴിക്കുന്നവരും കല്യാണം കഴിച്ചവരും എൻഗേജ്മെൻറ്റിന് തയ്യാറായിട്ടിരിക്കുന്നവരും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത്. കുടുംബ ഭദ്രത നിലനിർത്താൻ നമ്മൾ കാണുന്നുണ്ട് അല്ലേ, ഒരുപാട് എന്താ പറയുക, പീഡനങ്ങൾ, മരണങ്ങൾ, ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ ഒക്കെ ഉണ്ടാവുന്നുണ്ടല്ലേ. ഒരാൾക്കും ഒരു ക്ഷമയില്ല, ഒന്നും സഹിക്കാൻ പറ്റത്തില്ല, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പം ഇനിയുള്ള മുമ്പോട്ടുള്ള കാലങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പാകുമോ എന്നൊന്നും അറിയില്ല. എങ്കിലും കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ. വിവാഹത്തിന് മുമ്പായിട്ട് വധൂവരന്മാരുടെ സ്വഭാവം, അവരുടെ സാമ്പത്തിക ശേഷി, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയവയെക്കുറിച്ച് ഇടനിലക്കാരെ ഒഴിവാക്കിയിട്ട് ബന്ധപ്പെട്ടവർ തന്നെ നേരിട്ട് അന്വേഷിച്ച് ബോധ്യപ്പെടുക. നമ്മൾ ഒക്കെ ചെയ്യുന്നത് എന്താണ്? മാട്രിമോണിയിലൊരു പരസ്യം കൊടുക്കും, അതനുസരിച്ച് വിളി വരും. കൂടുതലൊന്നും ആരോടും അന്വേഷിക്കാറില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണിൻ്റെ വീട്ടുകാരും ചെറുക്കൻ്റെ വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ കൂടി സംസാരിക്കും, ജസ്റ്റ് ഒന്ന് ചെന്ന് കാണും, വിവാഹം ഉറപ്പിക്കും, നടത്തും. ഇതങ്ങനെ അല്ലാതെ, അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ആയാലും ഇടനിലക്കാരില്ലാതെ മാട്രിമോണിയിൽ കൂടി കണ്ടതാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാതാപിതാക്കൾ ശരിക്കും അന്വേഷിക്കണം. വധൂവരന്മാരുടെ സ്വഭാവത്തെക്കുറിച്ചും സാമ്പത്തിക ശേഷിയെക്കുറിച്ചും അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും തൊഴിലിനെക്കുറിച്ചുമൊക്കെ വധൂവരന്മാരുടെ മാതാപിതാക്കൾ ശരിക്കും അന്വേഷിക്കണം. അത് സർട്ടിഫിക്കറ്റ് സഹിതം കാണിച്ചുകൊണ്ട് അത് അന്വേഷിക്കണം. പഠിച്ചതാണോ, അതിന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ, ജോലിയുണ്ടോ, എവിടെയാണ്, അതെല്ലാം കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് വേണം വിവാഹത്തിലോട്ട് കടക്കാനായിട്ട്. വധൂവരന്മാരുടെ വൈകല്യങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക. വൈകല്യങ്ങളും പോരായ്മകളും തുറന്നു പറയുക. വധുവിനോ വരനോ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിൽ, വൈകല്യങ്ങളുണ്ടെങ്കിൽ അത് തുറന്നു തന്നെ പറയണം. പിന്നീടൊരു പ്രശ്നമാകാതെ തുറന്ന് സംസാരിക്കുക. വിവാഹത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു ജീവിത രീതി ചികഞ്ഞു നോക്കി പർവ്വതീകരിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക. വിവാഹത്തിന് മുമ്പ് എങ്ങനെ ആയിക്കോട്ടെ, തെറ്റുപറ്റാത്തവരില്ല. എല്ലാവർക്കും ചെറിയ രീതിയിലൊക്കെ തെറ്റുകൾ പറ്റാവുന്നതാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് അതിനെ അങ്ങ് പർവ്വതീകരിച്ച് വലിയ പ്രശ്നത്തിലോട്ട് ചെന്ന് ചാടിക്കാതെ ലഘുവായിട്ട് സംസാരിച്ച് അതിനെ കഴിയുമെങ്കിൽ സംയമനത്തോടെ കാണാൻ ശ്രമിക്കുക. ഇനി അങ്ങനെ പറ്റില്ല എങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക, വലിയൊരു അപകടത്തിലോട്ട് ചെന്ന് ചാടാതെ. വിവാഹിതയാകുന്ന പെൺകുട്ടി ഭർതൃഗൃഹത്തിൽ ഭർത്താവിൻ്റെ അമ്മ, അച്ഛൻ തുടങ്ങിയ ബന്ധുക്കളെ തൻ്റെ സ്വന്തം ആളുകളെ പോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. വീട്ടിലെങ്ങനെയാണോ തൻ്റെ അച്ഛനെയും അമ്മയും ബഹുമാനിക്കുന്നത്, തൻ്റെ കൂടപ്പിറപ്പുകളെ എങ്ങനെയാണോ കാണുന്നത്, അതുപോലെ ചെന്ന് കയറുന്ന വീട്ടിലെ ഈ പെൺകുട്ടി ചെന്ന് കയറുന്ന വീട്ടിലും അതിൻ്റെ ഭർത്താവിൻ്റെ അച്ഛനോടും അമ്മയോടും കൂടപ്പിറപ്പുകളോടും ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി ഇടപെടാനായിട്ട് ശ്രമിക്കുക. ദമ്പതികൾ അന്യോന്യം വൈകല്യങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ പോരായ്മകൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. കുറച്ചൊക്കെ ഇതെനിക്ക് ദൈവം തന്നതാണ്, അപ്പോൾ എൻ്റെ ജീവിതമാണിത്, ഞാനിവിടെ കുറച്ചൊരു ന്യൂനതയുണ്ടെങ്കിൽ അതിനെ തച്ചുടയ്ക്കാതെ അതിനെ ക്ഷമയോടെ സഹിക്കുക, ക്ഷമയോടെ അതിനെ കൈകാര്യം ചെയ്യുക. എല്ലാം നേരത്തെ മുൻകൂട്ടി അറിഞ്ഞിട്ട് വേണം ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട്. അതുകൊണ്ടാണ് എന്തെങ്കിലും വൈകല്യങ്ങളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ തുറന്നു പറയണം, അതിനനുസരിച്ച് മുന്നോട്ട് പോകാവൂ എന്ന് പറയുന്നത്. അവരവരുടെ പോരായ്മകൾ സ്വയം മനസ്സിലാക്കി പരസ്പരം സംസാരിക്കുക, സഹകരിക്കുക. ഉദാഹരണത്തിന് മുൻകോപം, കൂടുതൽ സംസാരം. ചില ഭർത്താക്കന്മാർക്കൊക്കെ ഭയങ്കര മുൻകോപമായിരിക്കും, ചില ഭാര്യമാർ കൂടുതൽ സംസാരിക്കുമായിരിക്കും. അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോകുക. ഓക്കെ. അവരവരുടെ പോരായ്മകൾ സ്വയം മനസ്സിലാക്കി പരസ്പരം സഹകരിക്കുക. പുകയില, മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരികളുടെ ഉപയോഗം വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും ദോഷമാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും പിന്തിരിയുക. ദമ്പതികളുടെ വരവിനനുസരിച്ച് ചെലവുകൾ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കുക.
മുതിർന്നവർ യുവാക്കളായ ദമ്പതികളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താതിരിക്കുക. അതാണ് മെയിൻ പ്രശ്നം. വിവാഹം കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും അവരുടെ പാട്ടിന് വിടുക. അവർക്ക് ജീവിക്കുവാനുള്ള സാമ്പത്തികമുണ്ട്, തൊഴിലുണ്ട്, അവർക്ക് സംസാരിക്കാനറിയാം, വിവേചന ബുദ്ധിയോടെ പെരുമാറാനറിയാം. അപ്പോൾ അച്ഛനും അമ്മമാരും അവരുടെ പ്രശ്നത്തിൽ ഇടപെട്ട് പ്രശ്നങ്ങളെ കൂടുതൽ പർവ്വതീകരിക്കാതിരിക്കുക, പ്രശ്നങ്ങളെ കൂടുതൽ അങ്ങ് വഷളാക്കാതിരിക്കുക. അവരുടെ പ്രശ്നങ്ങൾ അവർ തന്നെ സോൾവ് ചെയ്യട്ടെ. അതുപോലെ തന്നെ രക്ഷകർത്താക്കളുടെ പെരുമാറ്റവും സംഭാഷണവും മക്കളുടെ വിവാഹബന്ധം തകർക്കാനിടയാകരുത്. രക്ഷകർത്താക്കൾ അതിനകത്ത് നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം അവർ നമ്മളോട് തുറന്ന് പറയുമ്പോൾ മാത്രം നമ്മൾ അതിനകത്ത് ഇടപെടുക. അല്ലാതെ അവർ തന്നെ സോൾവ് ചെയ്യട്ടെ. അവരുടെ ജീവിതമാണ്, അവരുടെ പാട്ടിന് വിടുക. മദ്യപാനം, മുൻകോപം, സംശയം തുടങ്ങിയവ രോഗങ്ങളാണെന്ന് മനസ്സിലാക്കി അവയ്ക്ക് തക്കതായ ചികിത്സ നൽകുക. ഇപ്പോൾ ഈ മദ്യപിക്കുന്നതും ഒരുപാട് മുൻകോപമുള്ളതും സംശയവും ഒക്കെ രോഗമാണ്. അതിനൊക്കെ ഇപ്പോൾ ചികിത്സയുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടുന്ന ചികിത്സ എടുക്കുക, ചികിത്സകൾ സ്വീകരിക്കുക. നല്ല ഡോക്ടേഴ്സിനെ കണ്ടിട്ട് അതിനൊക്കെയുള്ള ചികിത്സ സ്വീകരിക്കുക. അത്താഴ സമയത്തെങ്കിലും വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഒന്നിച്ചിരുന്ന് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക. അച്ഛനും മക്കളും എല്ലാവരും ഒത്തിരുന്നിട്ട് വീട്ടിലെ കാര്യങ്ങൾ, അന്നന്നത്തെ സംഭവങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ ചർച്ച ചെയ്യുക. ഇന്നില്ലാതെ പോകുന്നത് അതാണ്. അച്ഛനൊരു മൊബൈലിൽ, അമ്മയൊരു മൊബൈലിൽ, മോനൊരു മൊബൈലിൽ, ഇങ്ങനെ പോകുന്നു നമ്മുടെ ജീവിതം. അതുകൊണ്ട് അതൊഴിവാക്കിയിട്ട് എല്ലാവരും അവരവരുടെ മനസ്സ് തുറന്ന് അത്താഴ സമയത്തെങ്കിലും സംസാരിക്കുക. പിന്നെ അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന നടത്തുക. ഒന്നിച്ചിരുന്നിട്ട് ഹിന്ദുക്കളാണെങ്കിൽ നിലവിളക്ക് കൊളുത്തി വെച്ച് നാമം ജപിക്കുക. ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവരുടെ ബൈബിള് വായിച്ചിട്ട് അവരുടെ പ്രാർത്ഥന നടത്തി പാട്ടും പാടി അങ്ങനെ കുടുംബങ്ങൾ ഒത്തൊരുമിച്ചിട്ട്, മുസ്ലിംസ് ആണെങ്കിലും അവരുടേതായിട്ടുള്ള രീതിയിൽ എല്ലാവരും കൂടെ ഒത്തിരുന്ന് നിസ്കാരങ്ങൾ ചെയ്യുക. അങ്ങനെ പോകണം നമ്മുടെ ജീവിതം. കുടുംബ പ്രാർത്ഥനകൾ കൃത്യമായിട്ട് നടത്തണം. അതെല്ലാവരും അതിനകത്ത് കൃത്യമായിട്ട് തന്നെ പങ്കെടുക്കണം. ഭർത്താവിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഭാര്യയും, ഭാര്യയുടെ ദുഃഖത്തിലും സുഖത്തിലും ഭർത്താവും പങ്കാളികളാകണം. അത് അന്യോന്യം അവർക്ക് തോന്നുകയും വേണം. അല്ലാതെ അഭിനയിക്കുകയല്ല വേണ്ടത്. ഹൃദയത്തോട് ചേർന്ന് തോന്നണം. എൻ്റേതാണ്, എൻ്റേത് മാത്രമാണ്, എനിക്കുള്ളതാണ്. അങ്ങനെയുള്ള ചിന്താഗതിയിൽ നമ്മൾ ജീവിക്കണം. ഈശ്വരനെ അറിഞ്ഞ് ജീവിക്കണം. സമൂഹത്തെ ഒരു പേടിയോടെ ജീവിക്കണം. ഓക്കെ.